എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1 / 2 / 3 / 4 എന്ന് പറഞ്ഞാൽ എല്ലാ ഡിവിഷനാണ് പറഞ്ഞേക്കുന്നത്. ഈ മോഡലിലുള്ള കണക്ക് ചെയ്യാൻ വന്നാൽ ആദ്യത്തെ സംഖ്യ മാത്രം മുകളിൽ എഴുതും, ബാക്കിയെല്ലാം താഴെ ഗുണിച്ചെഴുതും. 1 / 2 × 3 × 4 ദാറ്റ് ഈസ് 1/24. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ഇങ്ങനെ ഓർത്താൽ മതി, A / B / C / D എന്ന് പറഞ്ഞാൽ A മാത്രം ഇടും, ആദ്യത്തെ സംഖ്യ മാത്രം, ബാക്കിയെല്ലാം താഴെ ഗുണിച്ചെഴുതും. ഇതേ മോഡലിലുള്ള ഏത് കണക്ക് ചെയ്യാൻ വന്നാലും അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ വാചകം ഏതാണെന്ന് എഴുതാൻ നോക്കാം. 2x² - 3x - 9 എന്നതിൽ x എന്ന വേരിയബിളിന് 3 കൊടുത്താൽ എത്ര കിട്ടുമെന്ന്. അതായത് സമം 2 × എക്സിന് പകരം 3 കൊടുക്കുക, x², അതായത് 3², എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക, -3 × എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക, 3 × x, 3x, 3 × x, -9, അതായത് 2 × 9 - 9 - 9 18 - 9 - 9 18 നിന്ന് 9 പോകുക എത്ര, 9, പിന്നെ ഒരു -9 ഉണ്ട്, 0 കിട്ടും. 18 നിന്ന് 9 കുറയ്ക്കുക, 9 -9 0. ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 + 3 of 3 / 3 of 3 × 3യുടെ വില ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ വന്നാൽ നമ്മൾ ബോട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ബോട്ട്മാസ് റൂൾ. ഈ ബോട്ട്മാസ് റൂൾ എന്താണെന്ന് നോക്കാം. ബി ബ്രാക്കറ്റ്, ആദ്യം അതിനകത്തുള്ള ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. O ഓഫ് D ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ A അഡീഷൻ, ആൻഡ് S സബ്ട്രാക്ഷൻ. ആ രീതിയിൽ വേണം ചെയ്യാൻ. ഇനി ഓഫ് ഉള്ളിടത്തെല്ലാം നമുക്ക് ഇൻറ്റു കൊടുക്കാം. ഓഫ് ഉള്ളിടത്തെല്ലാം ഇൻറ്റു കൊടുക്കാം. അതായത് 3 + 3 ഓഫ് 3 3 × 3 / 3 3 + 3 ഓഫ് ഉള്ളിടത്ത് ഇൻറ്റു കൊടുക്കാം. ഓഫ് 3 / 3, പിന്നെ ഒരു ഓഫ് ഉണ്ട്, പിന്നെ ഒരു × 3 ഉണ്ട്. ഇനി നമുക്കിവിടെ എന്താ ഉള്ളത്, ഇവിടെ ഒരു ഡിവിഷനാണുള്ളത്, ബ്രാക്കറ്റ് ഒന്നും ഇല്ല, ഡിവിഷനാണ് ഉള്ളത്. അപ്പോൾ അത് വേണം ഫസ്റ്റിൽ ചെയ്യാൻ. അപ്പോൾ ഇവിടെ എന്ത് വരും, 3 / 3 എന്ന് പറഞ്ഞാൽ 1. പിന്നെ ഇവിടെ എന്തുണ്ട്, റൈറ്റിലോട്ട് × 3 × 3 ഉണ്ട്, ലെഫ്റ്റിലോട്ടോ × 3 + 3 ഉണ്ട്. അതായത് പിന്നെ ഇൻറ്റു വേണം ചെയ്യാൻ. അതായത് ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. 3 × 3 × 3 × 1 27. പിന്നെ ഇവിടെ ഒരു +3 ഉണ്ട്, 27 + 3 30 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബോട്ട്മാസ് നിയമം, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് ഒന്നുമില്ല ഇവിടെ. ഇനി ഓഫ് ഉള്ളിടത്ത് അങ്ങ് ഇൻറ്റു കൊടുക്കാം നമുക്ക്. 3 ഓഫ്, അതായത് × 3 / 3. ഈ ഓഫ് ഉള്ളിടത്ത് ഇൻറ്റു കൊടുക്കുക, ഇവിടെ ഓഫ് ഉള്ളിടത്ത് ഇൻറ്റു കൊടുക്കുക, × 3 × 3. ഇനി നമുക്ക് ബ്രാക്കറ്റില്ല, ഇവിടെ ഡിവിഷനാണെന്നുള്ളത്. പിന്നെ ഡിവിഷൻ ഒന്ന് ചെയ്യുക. 3 / 3 എന്ന് പറഞ്ഞാൽ 1. പിന്നെ റൈറ്റിലോട്ട് × 3 × 3 ഉണ്ട്, ലെഫ്റ്റിലോട്ട് എന്തോ ഉണ്ട്, ലെഫ്റ്റിലോട്ടുള്ള അങ്ങ് എഴുതാം, × 3 + 3. അതായത് പിന്നെ ഉള്ളതെല്ലാം ഇൻറ്റു ഒന്ന് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് അഡീഷൻ ചെയ്യാവും. ഇവിടെ 3 × 1 × 3 × 3 എന്ന് പറഞ്ഞാൽ 3 × 3 × 3 27 × 1 27 + 3, അതായത് 30 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 400ൻ്റെ 22 2 എന്ന് പറഞ്ഞാൽ 400ൻ്റെ ഉള്ളിടത്ത് ഗുണനച്ചിഹ്നം കൊടുക്കും, × 22 മിശ്ര ഭിന്നത്തെ വിഷമഭിന്നം ആക്കണം. ഇത് രണ്ടും കൂടെ ഗുണിക്കുക, 22 രണ്ടും കൂടെ ഗുണിക്കുക, × 2 പ്ലസ് മുകളിലുണ്ടായിരുന്ന 1/2. ഈ ഭിന്നസംഖ്യകൾ മാത്രം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. എന്ത് കിട്ടും, 22 × 2 44 + 1/2, 45/2 കിട്ടും. 22 2 പകരം 45/2, അത്രയും ശതമാനം. അതായത് 400 × 45/2 ശതമാനം ആകുമ്പോൾ 1/100. ഇത് കട്ട് ചെയ്യും.
45 2 2 90 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം 90. 400-ന്റെ 22-ും 2-ലും മാറ്റുക. മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നം ആക്കുക. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 22-ഉം 2-ഉം കൂടെ ഗുണിക്കുക. 22 ഇൻറ്റു 2 പ്ലസ് മുകളിലുണ്ടായിരുന്നു 1/2. 22 × 2 44 പ്ലസ് 1/2 45/2 ശതമാനം. 45/2 ശതമാനം എന്ന് പറയുമ്പോൾ 45/2 400 ഇൻറ്റു 45/2 ഇൻറ്റു 1/100 അത്രയും ശതമാനം. ഇത് ഇവിടെ കട്ട് ചെയ്യുക. 2 4 ഇവിടെ കട്ട് ചെയ്യുക. 45 × 2 90 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. -n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് അടിയിൽ പോകുമ്പോൾ 1/a⁻n. -n എന്ന് പറഞ്ഞാൽ 1/a⁻n. 2⁻−8 എന്ന് പറഞ്ഞാൽ ഇതങ്ങ് അടിയിൽ പോകുമ്പോൾ -n ക്യാൻസൽ ആവും. 1/2⁸. ഈ നിയമം വെച്ച് 5⁻2 എന്ന് പറഞ്ഞാൽ 1/5⁻2. ഈ പവർ താഴെ പോകുമ്പോൾ അതങ്ങ് പോസിറ്റീവ് ആകും. ഇതാണ് ഫോർമുല. 2 3 7 8 അവസാനിക്കുന്ന സംഖ്യകൾ പൂർണ്ണവർഗമല്ല. ഉദാഹരണത്തിന് കുറേ സംഖ്യകൾ വന്നിട്ട് ഇതിൽ പൂർണ്ണവർഗമായിരുന്നു ചോദിച്ചാൽ ഈ 2 3 7 8 അവസാനത്തിൽ വരുന്ന സംഖ്യ മാറ്റി നിർത്തുക. എന്നിട്ട് ബാക്കി ഇതൊരു പൂർണ്ണവർഗമാണോ? അല്ല. കാരണം ഇവിടുത്തെ അവസാനത്തെയൊക്കെ 8ആണ്. 2 3 7 8 വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണവർഗമല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. -1 the whole raised to 150 into √625. -1-ന്റെ പവർ ഇരട്ട സംഖ്യ ആയാൽ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഇരട്ട സംഖ്യ 150, അതുകൊണ്ട് ഒരു 1 വരും. ഇൻറ്റു √625 എന്ന് പറഞ്ഞാൽ 25. 1 ഇൻറ്റു 25 25 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 400-ന്റെ 22-ഉം 2-ലും ശതമാനം എന്ന് പറഞ്ഞാൽ 400-ന്റെ ഉള്ളിടത്ത് ഗുണനച്ചിഹ്നം കൊടുക്കും. ഇൻറ്റു 22-ഉം 2-ലും മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നം ആക്കണം. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 22-ഉം 2-ഉം കൂടെ ഗുണിക്കുക. ഇൻറ്റു 2 പ്ലസ് മുകളിലുണ്ടായിരുന്നു 1/2. ഭിന്നസംഖ്യകൾ മാത്രം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. എന്ത് കിട്ടും? 22 × 2 44 പ്ലസ് 1/2 45/2 കിട്ടും. 22-ഉം 2-ലും പകരം 45/2 അത്രയും ശതമാനം. അതായത് 400 × 45/2 ഇൻറ്റു ശതമാനം ആകുമ്പോൾ 1/100. ഇത് കട്ട് ചെയ്യും. 45 2 2 90 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം 90. 400-ന്റെ 22-ഉം 2-ലും മാറ്റുക. മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നം ആക്കുക. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 22-ഉം 2-ഉം കൂടെ ഗുണിക്കുക. 22 ഇൻറ്റു 2 പ്ലസ് മുകളിലുണ്ടായിരുന്നു 1/2. 22 × 2 44 പ്ലസ് 1/2 45/2 ശതമാനം. 45/2 ശതമാനം എന്ന് പറയുമ്പോൾ 45/2 400 ഇൻറ്റു 45/2 ഇൻറ്റു 1/100 അത്രയും ശതമാനം. ഇത് ഇവിടെ കട്ട് ചെയ്യുക. 2 4 ഇവിടെ കട്ട് ചെയ്യുക. 45 × 2 90 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.